ഇതാണ് ക്ലാസ് റൂം. നിക്ക് കാണിച്ചു കൊടുക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെന്റ്. ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം. ക്ലാസ് നിറച്ച് പിള്ളേരാണ്. മുഫി, ഗ്രീഷ്മ, ഹിബ, അനഘ, അൽബർട്ടീന. ക്ലാസ്സിലാകെ 19. അതിലിന്ന് എത്ര പേരാ? ഇന്നൊരു 10 പേര് ഉണ്ടാവും. ഇതിപ്പോ സെക്കൻഡ് സെമസ്റ്റർ ആയതുകൊണ്ടാണ് ഇത്രയും പേര്. അടുത്ത സെമസ്റ്ററിൽ 4-5 പേരുണ്ടെങ്കിൽ ഉണ്ടാവൂലേ? അതൊന്നോ രണ്ടോ ഷോസ് എടുക്കാൻ നമുക്ക് ഷോസ് എടുക്കാൻ കഴിയില്ല. പുതിയ കറക്റ്റ് പങ്ക്ച്വാലിറ്റിയുടെ പര്യായം ക്ലാസ് എത്തിയിട്ടുണ്ട്. ഗൈസ് ഇപ്പൊ സമയം 10 മണിയാണ്. 10 മണിക്ക് ഇപ്പൊ നമ്മുടെ ഫ്രീ അവർ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ 9 to 10 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ന്യൂസ് പേപ്പർ റീഡിങ് അവറാണ്. ഇപ്പൊ ഞങ്ങൾ ഇന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ്സിന് ഇറങ്ങി പോയിട്ടുള്ളൂ. എല്ലാവരും ക്ലാസ്സിലുണ്ട്, പക്ഷെ ആരും പത്രം വായിക്കുന്നില്ല. ഞാൻ മാത്രമാണ് പത്രം വായിക്കുന്നുള്ളൂ. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നതാണ്. അത് കാണിച്ചു കൊടുക്കാറുന്നല്ലേ? ഇനിയിപ്പോൾ അടുത്ത വട്ടം ബിരിയാണി കടയിൽ വരുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒപ്പം നമ്മുടെ രാഹുലുണ്ട്. രാഹുൽ, മൈ ന്യൂ യൂട്യൂബ് ചാനൽ. ഹലോ വ്ലോഗ്, വെൽക്കം ടു മൈ ഗൈസ്. മുഫി ഏത് നിമിഷവും വണ്ടി ഇടിച്ച് ചാവുന്നതാണ്. അത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇൻഷാല്ലാ പുറകിൽ വരുന്നുണ്ട്. ഒന്നും ഏകമുഖനായിട്ട് നമ്മളെ ഇതുണ്ട്. ഇവര് കപ്പിൾ ഗോൾസ് ആണ്. കറുപ്പും ഒക്കെ ഇട്ട് ഒരുമിച്ച് നടന്നു വരുന്നുണ്ട്. എവിടെ പോയിട്ട് വരുന്നേ? അല്ല, ബിരിയാണി കഴിക്കാൻ പോയതല്ലേ? ഇവിടെ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് മുറാദിവാദി ബിരിയാണിയാണോ? പിന്നെ ആലു പൊറോട്ട. ആലു പൊറോട്ട എനിക്കിഷ്ടമല്ല. എവിടുത്തെ ആലു പൊറോട്ട? ഹയത്തെ ആലു പൊറോട്ട ആണോ? അതിന് എത്ര രൂപ? 30. 30 രൂപയുടെ ആലു പൊറോട്ടയാണ് ഹിബയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതോ? കൊല്ലൂടെ നമ്മളെ ഇവിടെ. എനിക്ക് സത്യം പറഞ്ഞ നമ്മളെ മൊറാദി ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മളെ മറ്റേ ഇവിടുത്തെ മസാല ദോശ അടിപൊളിയാണ്. രണ്ടാമത്തെ ഭയങ്കര അടിപൊളിയാണ്. ടോപ്പ് ഫേവറേറ്റ് മുറാദിബാദി ആട്ടോ ഇവിടുത്തെ. ഒരാൾക്ക് മാത്രമാണ് നമ്മൾ കണക്കി കൂട്ടുന്നില്ല. മുഫിയുടെ ഫേവറേറ്റ് ഞാനല്ല, ഫുഡ് എന്തും കഴിക്കൂ. മുഫി എന്തും കഴിക്കുന്നതാണ് ഗൈസ് പറയുന്നത്. ചെടികളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ആയിപ്പോയിരിക്കുകയാണ്. എന്താണ് നമ്മുടെ വിശാലമായ ഒരു യൂണിവേഴ്സിറ്റി വേറെ എവിടെ ഇല്ല. എത്ര ഏക്കറാ? 500 ഏക്കറാണ് ഇതിന്റെ മൊത്തം വരുന്നത്. അതിൽ 495 ഏക്കറും കാടാണ്. അതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഈ യൂണിവേഴ്സിറ്റിയിലോട്ട് വന്നാൽ മതി. പിന്നെ എന്താ വെച്ചാൽ ആകെ 5-6 ബിൽഡിങ്സ് ഉണ്ട്. 500 ഏക്കർ ഉണ്ടായിട്ട് ബ്ലോക്ക്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ആട്ടോ. അതെന്താ? പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഫെസിലിറ്റീസും ബിൽഡിങ്സും ഒക്കെ ഉണ്ട്. ഹോസ്റ്റലിന്റെ കാര്യം പറയാണ്ടിരിക്കുക. എത്രയും നല്ലൊരു ഹോസ്റ്റലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഞങ്ങളത് മാത്രമായിരിക്കും. എന്തോ അടിപൊളി ഹോസ്റ്റലാണ്. ഞങ്ങൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണായിരുന്നു. അപ്പൊ നമ്മുടെ പയ്യ ലിഫ്റ്റ് വന്ന്. ഹായ് ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് നമ്മളെ ദീപക് ചേട്ടന്റെ ബസ്സിലല്ല, വാനിലാണ്. രാഹുലുണ്ട്. രാഹുൽ സേ ഹായ്. അർജുനുണ്ട്. അനക്കുണ്ട്. മുന്നിൽ ബേസിലാണ് ഇരിക്കുന്നത്. കേട്ടോ ബേസിലാണ് വഴി കാണിച്ചു കൊടുക്കുന്നത്. മലയാളം ഭയ്യ, we are uploading the vlog in YouTube.
ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് സുരേന്ദ്ര സാർ പൈസ തന്നു. ചായ കുടിക്കാൻ പോവാണ്. ചായ മതിയോ? ഞങ്ങളുടെ സെക്കൻഡ് ലാസ്റ്റ് അവർ ആയിരുന്നു. അപ്പൊ സാറിന് പെട്ടെന്ന് മൂഡ് കയറിയിട്ട് സാർ ഞങ്ങൾക്ക് ഇടയ്ക്ക് തരാറുള്ള പോലെ ഇന്ന് സാധാരണ ചായ മേടിച്ച് കൊണ്ടുതരാറ്. ഇന്നിപ്പോ നമുക്ക് പൈസ ഒന്നും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ തന്നെ പോയി ചായ മേടിച്ച് കുടിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് സിമ്രന്റെയും ഭീഷ്മയുടെയും ഡേറ്റ് ഉണ്ട്. Today is 2nd April, bro. Today is 2nd April. Tomorrow. Today is 3rd April, bro. It's 3rd April. Yeah. Oh, you are telling the date. Okay. Guys, ഇതാണ് ക്യാൻറ്റീൻ. ഇത് നമ്മുടെ സ്വന്തം. ഈ ചേട്ടൻ്റെ പേരെന്താ? അതാണ് നമ്മുടെ ക്യാൻറ്റീനിലെ ചേട്ടൻ. ക്യാൻറ്റീൻ ഈ വക സാധനങ്ങളാണ് ക്യാൻറ്റീനിൽ ലഭ്യമായിട്ടുള്ളത്. ലേസ്, കുർക്കുറ അതുപോലത്തെ ഐറ്റംസ്. പിന്നെ ഐസ്ക്രീം ഉണ്ട് ഇഷ്ടം പോലെ. കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ട്, സ്വിങ്, മൗണ്ടൻ ഡ്യൂ, പിന്നെ മിനറൽ വാട്ടർ. പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവിടെ കിച്ചണിൽ നമുക്ക് ഉച്ചയ്ക്ക് വന്നാൽ ചൗമീൻ കിട്ടും, ചോള റൈസ് കിട്ടും, ചോള ഭട്ടൂര കിട്ടും, പിന്നെ സാൻഡ്വിച്ച് കിട്ടും. റേറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ? റേറ്റ് കത്തിയാണോ അതോ? വലിയ കത്തിയില്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത റേറ്റ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഏറ്റവും അടുത്തൊന്ന് കഴിക്കാൻ ഇവിടെ തന്നെ വന്നാണ് ചിലപ്പോഴൊക്കെ കഴിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ 1 കിലോമീറ്റർ അപ്പുറം നടന്ന് ഹോസ്റ്റലിൽ പോയി കഴിക്കേണ്ടി വരും. അത് ഇങ്ങനെ ടാസ്ക്കാണ്. ചില ദിവസമാണ് ബസ്സൊക്കെ കിട്ടുള്ളൂ. ടാസ്ക്കാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ ഒന്ന് കഴിക്കലാണ് പതിവ്. ആൾക്കാർ കഴിക്കുന്ന കാണാം. എന്തേ ഗൈസ്, ഇതാണ് ഇവിടുത്തെ 50 രൂപയുടെ ചോള ഭട്ടൂര, ചൗമീൻ, ബ്രെഡ് പക്കോട, മീട്ട, 0 rupees മീട്ട. ഇത് നമ്മുടെ വേറെ ടീംസ്. വെൽക്കം ബാക്ക്. അപ്പോൾ ഞങ്ങളിപ്പോൾ ക്ലാസ് കഴിഞ്ഞ് നടക്കുകയാണ് ഹോസ്റ്റലിലോട്ട്. 1 കിലോമീറ്ററോളം നടക്കണം. അപ്പം അതിന് മുമ്പ് നിങ്ങളെ ഇത് അറ്റൻഡുള്ള അക്കാഡമിക് ബ്ലോക്കാണിത്. ആകെ മൊത്തത്തിൽ എത്ര 3 അതിൽ അക്കാഡമിക് ബ്ലോക്ക് 4ലാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്. അല്ല 3 അക്കാഡമിക് ബ്ലോക്കല്ലേ ഉള്ളത്? 4 അക്കാഡമിക് ബ്ലോക്ക് ഉണ്ട് ആക്ച്വലി. എന്താണ് അത് എത്രാമത്തെയാ? ഏത് ആണോ? ഓക്കെ, ആ കാണുന്നതാണ് ഫസ്റ്റ് അക്കാഡമിക് ബ്ലോക്ക്. ഇത് 3rd അക്കാഡമിക്, പക്ഷേ അത് ഫസ്റ്റ് അക്കാഡമിക് ബ്ലോക്ക്. ഈ കാണുന്ന ബിൽഡിംഗ്, മരത്തിന്റെ പുറകെ കാണുന്ന ബിൽഡിംഗ് ആണ് ഫസ്റ്റ് അക്കാഡമിക് ബ്ലോക്ക്. ഇത് 3rd അക്കാഡമിക് ബ്ലോക്ക്. ഇത് എൻ്റെ 4th അക്കാഡമിക് ബ്ലോക്ക്, എൻ്റെ സ്വന്തം. പിന്നെ വേറെ അപ്പൊ നിങ്ങൾ സെക്കൻഡ് അക്കാഡമിക് ബ്ലോക്ക് എവിടെയാണ്? അത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിന്റെ സൈഡിലായിട്ടാണ്. അവിടെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്സിനൊക്കെ വേണ്ടിയുള്ള ബ്ലോക്കാണ്, ബിടെക്കിനൊക്കെ ഉള്ള ബ്ലോക്കാണത്. ഗൈസ്, ഇതാണ് ബസ്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ബസ് സർവീസ് ഉണ്ട്. അത് ക്ലാസ് രാവിലെ ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് ക്ലാസ് ഉച്ചയ്ക്കും ഉണ്ട്. ഉച്ചയ്ക്ക് രാവിലെ പിള്ളേർക്ക് ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഹോസ്റ്റലിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോസ്റ്റൽ മെസ് കാർഡുള്ള പിള്ളേർ ക്ലാസ്സിന് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ അതിന് ബസ്സുണ്ട്. പിന്നെ അവരെ കൊണ്ടുവിടാൻ തിരിച്ച് ക്ലാസ്സിലേക്ക് ഉച്ചയായിട്ടുള്ള ക്ലാസ്സിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി ബസ് വരും. പിന്നെ അതുപോലെ 4 മണിക്കും 5 മണിക്കും ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് പോകുന്ന പിള്ളേർക്കും വേണ്ടിയും ബസ് സർവീസ് ഉണ്ട് ഗൈസ്. ഞങ്ങളിന്ന് ബസ്സിൽ കയറുന്നില്ല, ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ച്. അതെ, വൈബിന് വേണ്ടി കാറ്റൊക്കെ കൊണ്ട് നടക്കാൻ തീരുമാനിച്ചു ഗൈസ്. മരുഭൂമിയിലെ കാറ്റ് നല്ല ചൂടാണ്. നല്ല വെയിലാണ്. അല്ല ഇപ്പൊ ഇന്ന് എന്തോ വെയില് അത്രക്കില്ല കേട്ടോ. വെയിൽ ഇപ്പൊ കുറവാണ്. ഇവളുടെ ഫേവറേറ്റ് എക്ലേഴ്സ്. അതുപോലെ ഇടയ്ക്ക് കടക്കാരെ പറ്റിച്ച് 5 രൂപ എടുത്ത് 6, 7 ഒക്കെ എടുത്ത് പറ്റിച്ച് വാങ്ങുന്ന എക്ലേഴ്സ് മിഠായി കഴിച്ചാണ് ഞങ്ങൾ വരുന്നത് ഗൈസ്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ CUET UGയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ അതിനൊരു
അഡ്വർടൈസിങ് ചെയ്യുന്നത്. അത് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി വർക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹിബ. ആദ്യമായിട്ടൊന്നല്ല, അവസാനമായിട്ട്. അപ്പോൾ ഗൈസ് CUT UG എക്സാം വരുന്നുണ്ട്. എൻ്റെ കോഴ്സ് MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഈ കോഴ്സ് ഇവിടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സ് പ്രോഗ്രാം ഈ കോഴ്സിന് ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നില്ല. വേറെ ചില യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബാക്കി എല്ലാ സയൻസ് സബ്ജക്ട്സിന് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സൈക്കോളജിക്ക് ഇതുണ്ട്, UG ഉണ്ട്. ഇവിടെ സൈക്കോളജിക്ക് UG ഉണ്ട്. മിക്ക വേറെ ആർട്സ് കോഴ്സിനൊക്കെ UG ഉണ്ട്. പക്ഷെ എൻ്റെ കോഴ്സിന് ഇവിടെ UG ഇല്ല ഗൈസ്. തുടങ്ങാനുള്ള പരിപാടി ഫെസിലിറ്റീസും ടീച്ചേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേര് വരില്ല എന്ന് വിചാരിച്ചാന്ന് തോന്നുന്നു. നമ്മുടെ തന്നെ പിള്ളേര് കുറവാണ്. എൻ്റെ ക്ലാസ്സിൽ 19 പേരും, അതായത് MA ജേർണലിസം ഫസ്റ്റ് ഇയറിൽ 19 പേരും, സെക്കൻഡ് ഇയറിലോ സെക്കൻഡ് ഇയറിലും ഏകദേശം 20 പിള്ളേരുടെ അടുത്ത് ഉണ്ടെന്ന് തോന്നുന്നു അറ്റൻഡൻസ് ലിസ്റ്റിൽ. പക്ഷെ ആകെ 5-6 പിള്ളേരൊക്കെ ക്ലാസ്സിൽ വരാറുള്ളൂ. ബസ്സിൽ പോയാൽ മതിയായിരുന്നു. അല്ല വേണ്ട, ഇതാണ് വൈബ് ഗൈസ്. അല്ല ഇതാണ് വൈബ് ഗൈസ്. നമുക്ക് നടക്കാം ഗൈസ്. ഗൈസ് ഇതാണ് നമ്മുടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാനയുടെ മെയിൻ സ്പോർട്സ് കോംപ്ലക്സ്. ഇതിപ്പോൾ ഹോക്കിക്കുള്ള ഗ്രൗണ്ടാണ്. പിന്നെ നമുക്ക് അവിടെ വോളിബോളിൻ്റെ നെറ്റ് കാണാം. പിന്നെ നമ്മുടെ ഇപ്പോൾ സിന്തറ്റിക് അത്ലറ്റിക് ട്രാക്കും ഫുട്ബോൾ കോർട്ടും ഒക്കെ പണിതുകൊണ്ടിരിക്കുക എന്നാണ് അവർ പറയുന്നത്. അതിലേക്ക് എത്താൻ നിൽക്കും. അടിപൊളിയായിട്ട് സർവീസ് ഒക്കെ ചെയ്യണാണ്. ട്രിപ്പും പാരസെറ്റമോളും ഫ്രീ ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ആസാമിലെ മെയിൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് ധ്രുവ്. ഇതിപ്പോ എംപെഡുകാരുടെ എന്തോ ഡ്രില്ല് നടക്കുകയാണ് ഗൈസ്. ഒരു മൈ യൂട്യൂബ് ബ്ലോഗ്. ഹായ്, ഇത് ധ്രുവാണ്, നമ്മുടെ ആസാമിൽ നിന്നുള്ള ഫ്രണ്ടാണ്. ഫുട്ബോൾ പ്ലെയർ ആണ് എംപെഡിലെ മെയിൻ അല്ലേ, എംപെഡ് മെയിൻ പേഴ്സൺ ഓഫ് എംപെഡ് ഡിപ്പാർട്ട്മെന്റ് ആഫ്റ്റർ HOD ധ്രുവ്. ഗൈസ് അതാണ് അങ്കിത്ത് അങ്ങോട്ട് നിൽക്കുന്നത്. അങ്കിത്ത് മെയിൻ ഫുട്ബോൾ പ്ലെയർ ആണ് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ടീമിലെ. ഗൈസ് പിന്നെ ആ മുമ്പിൽ കാണുന്ന സ്പോർട്സ് കോംപ്ലക്സിനോട് ഇത് വോളിബോൾ കോർട്ടും വേറെ പരിപാടികളൊക്കെയാണ്. ഏത് മരുഭൂമിയാണെങ്കിലും കാറ്റിന് നല്ല അതിനോട് ഇത് നേരെ കാണുന്നതാണ് ഗൈസ്. സ്പോർട്സ് കോംപ്ലക്സിന്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഡിസ്പെൻസറി ഉണ്ട്. അപ്പൊ കളിക്കാർക്ക് എന്തിനു പറ്റിയാൽ നേരെ നമുക്ക് ഓടിച്ച് ഡിസ്പെൻസറിയിലേക്ക് ചെല്ലാം. ട്രിപ്പ് ഇട്ട് തരും. നല്ല എംപേഴ്സ് ആണ് അല്ലേ, എല്ലാ ഭാഷ അറിയാവുന്ന. അതെ, സത്യാവസ്ഥ പറഞ്ഞാല് ഇവർക്ക് ഇംഗ്ലീഷിൽ തീരെ പരിജ്ഞാനമില്ല. നമ്മളൊരു സെൻട്രൽ ബുദ്ധി ഉള്ള ആൾക്കാരല്ല അവര്. അതെ, ബുദ്ധി ഉണ്ടാവാം. പക്ഷെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലത്തെ ഡോക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പിള്ളേർ വരും. അപ്പോൾ അത്യാവശ്യം ഹായ് ഗൈസ് ബേസിക് ഇംഗ്ലീഷ് അതൊക്കെ വളരെ അനിവാര്യമായിട്ടുള്ള സംഭവമാണ്. ബേസിക് ഇംഗ്ലീഷ് ഒക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത്. ഒരു ഡോക്ടറാണല്ലോ, അപ്പോൾ പേഷ്യൻസിന് എന്താ അസുഖം എന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ, പിന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ കാണിച്ചു കൊടുക്കും. അല്ലാത്ത എങ്ങനെയല്ലൊക്കെ അഭിനയിച്ച് ചുമച്ച് കുറച്ചൊക്കെ കാണിച്ചു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കും. എന്നാലും കുഴപ്പമില്ല. അത്യാവശ്യം എന്ത് അസുഖത്തിന് ചെന്നാലും ഒരേ മരുന്ന് ഇവിടുന്ന് തരുള്ളൂ. അതെന്ത് പറഞ്ഞാലും പച്ച, മഞ്ഞ, ചുവപ്പ് കളറിലുള്ള മരുന്നുകൾ തരും. പിന്നെ ബേസിക് അസുഖങ്ങൾക്കൊക്കെ ഉള്ള മരുന്ന് ഇപ്പം നമുക്ക് അറിയാവുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ അത് പറഞ്ഞു കൊടുത്താൽ അവർ ചിലപ്പോൾ മിക്കപ്പോഴും എനിക്കൊക്കെ എടുത്ത് തരാറുണ്ട്. ഇപ്പം എനിക്കൊക്കെ ഫുട്ബോളൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം എന്തെങ്കിലുമൊക്കെ സ്പ്രെയിനോ മസിൽ പെയിനൊക്കെ ഉണ്ടാവുമ്പോൾ ചതവോ സ്പെഷ്യൽ ഒരു കെയറിങ് ഉള്ളതാണ്. കാരണം ഇനി കുറച്ച് ചോടിന്റെ മോനാണല്ലോ, ആ കാര്യങ്ങളൊക്കെ അറിയൂല ഗൈസ്. അപ്പോൾ എനിക്ക് ഇത് എന്താ ഇപ്പോൾ ബാമൊക്കെ വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ അവരെടുത്ത് തരും.
അതിപ്പോൾ ആരാണെങ്കിലും പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മറ്റേ ഒഴിഞ്ഞോ മൂവൊക്കെ സ്പ്രേ ഒക്കെ അടിക്കണമെങ്കിൽ അതൊക്കെ എടുത്തു തരും. പിന്നെ ഗൈസ് അവിടെ ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പുള്ളപ്പൊക്കെ എടുക്കാൻ അതുപോലത്തെ ബാറൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. പുള്ളപ്പ് ബാറും പരിപാടികളൊക്കെ. പിന്നെ അവിടെ ഒരു അമൂൽ എന്ന് പറഞ്ഞ അമൂലിൻ്റെ ഒരു ചെറിയ ടക്ക് ഷോപ്പ് പോലത്തെ പരിപാടി ഉണ്ട്. നൈസ് സ്ഥലം കേട്ടോ. അവിടെ പോയിരിക്കാനും മരത്തിൻ്റെ അടിയിൽ പോയിരിക്കുക, അമൂലിൽ നിന്ന് ചായ കുടിക്കുക, അങ്ങനത്തെ പരിപാടികൾ. നമുക്ക് അവിടെ വരെ ഒന്ന് പോവാം. ഗൈസ് നിങ്ങൾക്ക് അമൂലിൻ്റെ ക്ലോസപ്പ് വ്യൂ കാണിച്ചു തരണം ഗൈസ്. ഇതാണ് നമ്മുടെ ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താ? ഇതാണ് അമൂലിലെ ചേട്ടൻ. ചേട്ടൻ മാഗി ഉണ്ടാക്കുകയാണ്. ഇവിടെ മാഗി കിട്ടും, കോഫി കിട്ടും, പിന്നെ അമൂലിൻ്റെ പ്രൊഡക്ട്സ് കുറേ ഉണ്ട്. കുർക്കുറെ, ലേസ്, അതുപോലെ സംഭവങ്ങൾ, ഐസ്ക്രീം ഉണ്ട്, എല്ലാം ഉണ്ട്. ഞാനിവിടെ പാല് മേടിക്കാനാണ് ഗൈസ് വന്നത്. ഇവിടെ 10 രൂപയുടെ അമൂലിൻ്റെ പാല് കിട്ടും. അപ്പോൾ ഞാൻ അത് പാക്കറ്റ് മേടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ കോഫി റൂമിൽ കെറ്റിലുണ്ട്. അപ്പോൾ അതിൽ കോഫി ഉണ്ടാക്കി കുടിക്കാറുണ്ട് വൈകിട്ട്. ഇത് കരണാണ്, കരൺ താപ്പ. യു ആർ ഫ്രം ഉത്തരാഖണ്ഡ്? No, Jammu Kashmir. ഓ ഈസ് ഫ്രം ജമ്മു കാശ്മീർ. അപ്പോൾ കരൺ ഇവിടെ അവൻ്റെ ഈവനിങ് വർക്കൗട്ടിന് വേണ്ടി കാലിസ്റ്റനിക്സ് അല്ലേ? യു ഡൂയിങ് കാലിസ്റ്റനിക്സ്? Working on it. Okay, he's working on calisthenics. So let's see some moves here. Muscle ups, you will do muscle ups? I can try muscle up. Okay. അപ്പോൾ നമുക്ക് കുറച്ച് മസിൽ അപ്സ് കാണാം ഗൈസ്. ഓ No, that's it. ദാറ്റ്സ് ഗുഡ്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, പക്ഷെ ട്രൈ ചെയ്യുമ്പോഴാണ് മനസ്സിലാവുള്ളൂ അതൊക്കെ ഭയങ്കര ടഫാണ് ഗൈസ്. എനിക്കൊന്നും പറ്റൂല. Hey, how many pull-ups? Like, I'm particularly focusing on leg strength. Okay. I do it very slowly. Okay. So So slowly building up strength. Like up to 10 I can up to 10 at your pace. Yeah. Try. Let's see. Bro. One, 2, 3, 4, 5, 6, 7, 8, 9. Okay, one more. 10. That's great, bro. Nice. Yeah. You're not playing football nowadays. You're not playing football nowadays. Only focusing on one thing. Okay. പാർക്കിലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ഗൈസ്. ഇതൊക്കെ നല്ല രസമാണ് ഈ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് മിക്ക വൈകുന്നേരങ്ങളിലും ഇങ്ങനെ ബസ്സിൽ പോകുന്നതിനേക്കാളും ഞങ്ങൾ പ്രിഫർ ചെയ്യുന്ന നടക്കാനാണ്. 1 കിലോമീറ്ററോളം നടക്കണം എങ്കിലും ചില സൈക്കിളിലൊക്കെ പോകുന്നതാണ്. ഞങ്ങളുടെ സെക്കൻഡ് ഇയർ ആണ് ജോയ്. അല്ലേ നല്ല രസമല്ലേ കാണാനായിട്ട്? ഭയങ്കര നേച്ചറാണ് ഇവിടെ അത്യാവശ്യം. എനിക്ക് തോന്നുന്ന ഡൽഹിയിൽ ബെറ്റർ ആയിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും അവിടുത്തെ ഇപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഒക്കെ അറിയാലോ, ഭയങ്കര പൂവറാണ്. ഇവിടത്തെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭയങ്കര നമ്മളെ ഇപ്പോൾ എന്തെങ്കിലും റെസ്പിറേറ്ററി ഇഷ്യൂസ് ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അവരൊക്കെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സീനില്ല. ഇവിടെ ഒരു ഉൾഗ്രാമപ്രദേശമാണ്. ഇത് ആക്ച്വലി ഒരു പട്ടിക്കാടാണെന്ന് പറയാം. ഇവിടുന്ന് ഒരു ബസ്സിൽ ഒരു 20 മിനിറ്റൊക്കെ ട്രാവൽ ചെയ്യണം മഹേന്ദ്രഗഡ് ടൗൺ എത്തണമെങ്കിൽ. അവിടെയും മാർക്കറ്റുണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ്, പിന്നെ നമുക്ക് വേണ്ട ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. അത്യാവശ്യം ഹോസ്പിറ്റലുണ്ട്, ഒരു പാർക്കുണ്ട്, അടിപൊളി പാർക്ക്. പിന്നെ ബേസിക് ആയിട്ടുള്ള ഒരു ടൗണിലുള്ള ഫെസിലിറ്റീസ് അത്യാവശ്യമുണ്ട്. മാൾ അങ്ങനെ പരിപാടികളൊന്നുമില്ല. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ടൗൺ അല്ല, അത്യാവശ്യം ഒരു ബേസിക് ഫെസിലിറ്റീസൊക്കെ ഉള്ള ഒരു ടൗൺ. പിന്നെ ഞങ്ങൾ പടം കാണാൻ പോകാറ് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇഷ്ടംപോലെ തിയേറ്റർ ഉണ്ട്. അവിടെ മലയാളം പടങ്ങളൊക്കെ ഓടുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇത് കണ്ടായിരുന്നു, ആടുജീവിതം കണ്ടായിരുന്നു. അത് നോയിഡയിലുള്ളൊരു തിയേറ്ററിൽ പോയി കണ്ടത്. ടിക്കറ്റിന് 150 രൂപയായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ, ഏതെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഏതെങ്കിലും കുട്ടികൾ, ഇപ്പോൾ CUT എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ എഴുതാൻ താല്പര്യപ്പെടുന്ന കുട്ടികളോ യൂണിവേഴ്സിറ്റിയെ പറ്റി അറിയാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, ഇവിടുത്തെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കോഴ്സസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഫാക്കൽറ്റി എങ്ങനെ ഉണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ
ഒന്നാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം, ഇതിന് വീഡിയോ കമൻറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റ കൊടുക്കാം, ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്താലും മതി. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ. പിന്നെ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ വേറെ ഇതിൽ കൂടുതൽ എന്തൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗൈസ്, നമ്മൾ മിസ് ചെയ്ത ഒരു ഇതില്ലേ, സെക്കൻഡ് ബ്ലോക്ക്, ഇതാണ് സെക്കൻഡ് ബ്ലോക്ക്, സെക്കൻഡ് അക്കാഡമിക് ബ്ലോക്ക്. നിങ്ങൾ അവിടെ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 3ഉം ബ്ലോക്ക് 4ഉം കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഇതാണ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ലൈബ്രറി. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബിടെക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒക്കെ ബ്ലോക്ക്. ഇതാണ് ഈ ബ്ലോക്ക് മാത്രം ഹോസ്റ്റൽ സൈഡിൻ്റെ അടുത്താണ് ഈ ബ്ലോക്ക് മാത്രം. ഇത് പണ്ടൊരു ഹോസ്റ്റലായിരുന്നു, പിന്നെ ഇതൊരു അക്കാഡമിക് ബ്ലോക്ക് ആക്കിയതാണ്. ഇപ്പോൾ ഇതിനോട് തൊട്ടിയാണെന്നാണ് എൻ്റെ ഹോസ്റ്റൽ. SN ബോയ്സ് എന്നാണ് എൻ്റെ ഹോസ്റ്റലിൻ്റെ പേര്. ഇതൊരു പഴയ ഹോസ്റ്റലാണ്. 2 പുതിയ ബോയ്സ് ഹോസ്റ്റലും കൂടെ ഉണ്ട്. ഫെസിലിറ്റീസ് വെച്ച് നോക്കുമ്പോൾ പുതിയ ഹോസ്റ്റലാണ് നല്ലത്. പക്ഷേ ഇപ്പോഴും ഫുഡ് കഴിക്കാനും അതിനൊക്കെ വേണ്ടി ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് പഴയ ഹോസ്റ്റൽ. എൻ്റെ ഹോസ്റ്റലിലേക്ക് വന്നിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുന്നതും പരിപാടിയൊക്കെ. പിന്നെ മൊത്തത്തിലൊരു വൈബ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഫെസിലിറ്റീസിന് അങ്ങനെ കുറവൊന്നും തോന്നിയിട്ടില്ല. കുറച്ച് എനിക്ക് ആകെ ഹോസ്റ്റലിൽ ബുദ്ധിമുട്ടുള്ളത് ടോയ്ലറ്റിൻ്റെ ഒരു ആൾക്കാർ ചിലപ്പോൾ ചില ടോയ്ലറ്റിൻ്റെ ഒന്നും ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല, ചിലതിൻ്റെ ഒന്നും ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇവിടുത്തെ ആൾക്കാരങ്ങനെ പരിപാടി കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചിട്ട് പോകാനുള്ള മൈൻഡുള്ളവരൊന്നും അല്ല. അതൊക്കെ അങ്ങനെ തന്നെ പരിപാടി കഴിഞ്ഞ് നേരെ ഇറങ്ങി പോകുന്ന ആൾക്കാരാണ്. അത് എനിക്കൊരു മോശമായിട്ട് തോന്നുന്നുള്ളൂ, ഞാനല്ല. ആണ് ഗൈസ് എൻ്റെ ഹോസ്റ്റല്. കണ്ടോ, SN ബോസ് ഛാത്രാവാസ് എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. SN ബോസ് ഹോസ്റ്റൽ. ഇവിടെ ഹരിയാന ആയതുകൊണ്ട് ഫുള്ള് ഹിന്ദിയിലാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ എൻട്രൻസ്. ഇവിടെ സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. മൊത്തം ഇരുട്ടാണല്ലോ. റെഡി. സെക്യൂരിറ്റി ഒന്നും കാണിച്ചുതരാം. സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്റ്റലിലേക്ക് ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഉള്ളിലുള്ള ഒരു ചെറിയ ക്യാൻറ്റീനാണ്. ഇവിടെ നമുക്ക് സമൂസ കിട്ടും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെന്തോ പരിപാടി ഇരിക്കാറുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ സാധനങ്ങളുണ്ട്. ഇവിടെ വേറെ കുറച്ച് സ്നാക്സും പരിപാടികളൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ നിങ്ങളുടെ സമൂസ ഇവിടുത്തെ സമൂസ അടിപൊളിയാട്ടോ. ഇവിടുത്തെ 15 രൂപയ്ക്ക് സമൂസ കിട്ടും. നമ്മുടെ നാട്ടിൽ പഴംപൊരി പരിപ്പുവട എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ സ്നാക്ക് ഐറ്റം സമൂസയാണ്. അപ്പം എൻ്റെ റൂം ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നടന്ന് ഓടി കയറുകയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഫ്ലോറിലെ ബാത്റൂം കം ടോയ്ലറ്റ് കം എല്ലാം. ഓക്കെ ഗൈസ്, ഓക്കെ. ബാത്റൂം ഓക്കെയാണ്. ഇത് പഴയ ഹോസ്റ്റലാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡേ കാണുമ്പോൾ എന്തോ ഭയങ്കര പഴയതാണെന്നൊക്കെ തോന്നും. ഇതൊട്ടും പറ്റൂലല്ലോ, ഒട്ടും ഫെസിലിറ്റീസൊക്കെ ഇല്ലല്ലോ, ഭയങ്കര തകരാറിലാണല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ ഇവിടെ വന്ന് യൂസ്ഡ് ആയപ്പോൾ എനിക്കിപ്പോൾ അതൊക്കെ വിഷയമല്ല അതൊന്നും. പിന്നെ എനിക്ക് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. നീറ്റാണ് ഇന്ന്. എന്താണെന്നറിയില്ല, പതിവില്ലാതെ ഇന്ന് നീറ്റാണ്. ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ ഒരു 4 കെട്ട് പോലെയാണ് ഈ ഹോസ്റ്റൽ. നടുക്ക് ഇവിടെ ബാഡ്മിൻ്റൺ കോർട്ടും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ രാത്രി സമയങ്ങളിൽ ഭയങ്കര ആക്റ്റീവാണ് ആൾക്കാരൊക്കെ വന്ന്. ഇവിടെ രാത്രിയാണ് ഉഷാറാവുന്നത്. ഈ പകലിപ്പോൾ ചൂടായതുകൊണ്ടാണോന്നറിയില്ല. അതല്ലോ പിന്നെ രാത്രി ഇവിടെ നല്ല ഇത് കാണാം. എല്ലാ ദിവസവും രാത്രി പിള്ളേർ ഇറങ്ങി കളിക്കണ്ടാവും, ഷട്ടിൽ കളിക്കണ്ടാവും. എൻ്റെ റൂം കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ലൈറ്റ് ഇട്ട് കാണിച്ചു തരാം. റൂമിൽ
3 പേര്, ഒരു റൂം ഷെയർ ചെയ്യുന്ന 3 പേരാണ്. ഓരോ ആൾക്കും എന്താ ഒരു മേശ, ഒരു ബെഡ്, ഒരു കസേര ഇതുണ്ട്. പിന്നെ 2 പേര് കൂടി അല്ല 3 പേര് കൂടി 2 അൽമാര ഷെയർ ചെയ്യണം. ഒരു ചെറിയ ബാൽക്കണി പരിപാടി. ഇതെന്നെ റൂംമേറ്റ് ഫാസിൽ മലയാളിയാണ്. പിന്നെ ഉള്ളത് ഒരു ബീഹാറിൽ നിന്നുള്ള റൂംമേറ്റാണ് സത്യം, അവനിവിടെ ഇല്ല. എൻ്റെ ടേബിള്, ബെഡ്, ഇതിൽ വെള്ളം കേട്ടോ ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ കെറ്റിലുണ്ട് എനിക്ക്, അപ്പോൾ അതിലാണ് ഞാൻ കോഫി ഉണ്ടാക്കാറ് ഗൈസ്. അപ്പോൾ ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ചായ കുടിക്കുന്ന പരിപാടി നിർത്തി. അപ്പോൾ നമ്മൾ കെറ്റിലാണ് നമ്മുടെ 10 രൂപയുടെ അമൂല് പാലും കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഏത് പാസ്സായതാ? ആണോ? വിളിച്ചു ഗൈസ്. ഗൈസ് അപ്പോൾ ഞാൻ പുറത്ത് വന്ന് കോഫി കുടിക്കുവാണ്. ഞാൻ ഈയിടെ ഒരു കോഫി അഡിക്റ്റാണ് ഗൈസ്. അപ്പോൾ ഞാൻ പുറത്തുള്ള ഞങ്ങളുടെ ഒരു വേറൊരു ബാൽക്കണിയിൽ വന്നിട്ട് കോഫി കുടിക്കും. എൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു ബാൽക്കണിയാണിത്. അപ്പോൾ ഇവിടെ അത് കാണുന്നത് സിറ്റിംഗ് പ്ലാസ എന്ന് പറയും ഞങ്ങളുടെ. ഇത് നമ്മുടെ ഒരു അക്കാഡമിക് ബ്ലോക്കാണ്. ഞാൻ നിൽക്കുന്ന എൻ്റെ ഹോസ്റ്റൽ. പിന്നെ നേരെ കാണുന്ന ഗേൾസ് ഹോസ്റ്റലാണ്. അപ്പോൾ അങ്ങനെ ഒരു 4 ഹോസ്റ്റലുകളുടെ നടുക്കൊരു സിറ്റിംഗ് പ്ലാസയുണ്ട്. അവിടെ ആൾക്കാർ വന്ന് ഇരിക്കാറുണ്ട്. ഇപ്പോൾ അവിടെ 2 പേര് ഇരിക്കുന്നുണ്ടല്ലോ. അതുപോലെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഗൈസ് അത്. ഞാൻ ഈയിടെ ഒരു കോഫി അഡിക്റ്റാണ്. ഇതിലിപ്പോൾ 2 സാഷ കോഫി ഉണ്ട്. ഇടയ്ക്ക് അങ്ങനെ മൂഡ് കയറുമ്പോൾ 2-3 സാഷയൊക്കെ ഇട്ട് കുടിക്കും. ഇത് ബാഡാന്ന് തോന്നുന്നു, എന്നാലും ഗൈസ് ഇപ്പോൾ സമയം 7 മണി. ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഈ സമയം 7 മണിയാണ്. ഇപ്പോൾ നമ്മളൊന്ന് ചുമ്മാ നടക്കാറിങ്ങിക്കുക. പക്ഷേ പുറത്തേക്ക് പോവാണ്. നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ എന്താ ഫുൾ ടൈം ഗേൾസിൻ്റെ ഒപ്പാണല്ലോ, വോയിസ് ഒന്നും ഇല്ലെന്ന് വിചാരിക്കണ്ടാവും. പക്ഷെ സത്യാവസ്ഥ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. സത്യാവസ്ഥ പറഞ്ഞാല് ക്ലാസ്സിൽ ഒരു മലയാളി ആൺകുട്ടിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഉണ്ട് എനിക്ക് പോണ്ടിയിലും അഡ്മിഷൻ കിട്ടിയതായിരുന്നു. പക്ഷെ നോർത്തിൽ ഒരു വൈബ് പിടിക്കാൻ വേണ്ടി, കുറച്ച് നോർത്ത് എക്സ്പോഷർ ഒക്കെ കാണാൻ വേണ്ടി, നോർത്തൊക്കെ ഒന്ന് കറങ്ങാനും അതിനൊക്കെ വേണ്ടി ഞാൻ നോർത്തിൽ തന്നെ നിൽക്കാന്ന് വിചാരിച്ച്. എൻ്റെ ക്ലാസ്സിലെ കേസല്ലേ, എൻ്റെ ക്ലാസ്സിൽ മൊത്തം 19 പേരിൽ എത്ര മലയാളീസാണ് ഉള്ളത്? 7 മലയാളീസ് ഉണ്ട്. അതിൽ 6 ഗേൾസും 1 ബോയിയും ആണ് ഞാൻ. പിന്നെ ബോയ്സ് ഉണ്ട് കേട്ടോ, വേറെ ബോയ്സ് ഉണ്ട്. ഒരു പഞ്ചാബിൽ നിന്ന് ഒരുത്തനുണ്ട്, ഡൽഹിയിൽ നിന്ന് ഒരുത്തനുണ്ട്, ബീഹാറിൽ നിന്ന് ഒരുത്തനുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഒരുത്തനുണ്ട്. അങ്ങനെ എല്ലാ നോർത്തിലെ സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞത് ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ക്ലാസ്സാണ്. യൂണിവേഴ്സിറ്റിയുടെ പുറത്ത് ഉള്ള രാത്രി സമയത്തെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. ഇതൊരു മഹാറാണ പ്രതാപ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഏതൊരു വലിയ പുള്ളിയുടെ സ്റ്റാച്ചു ആണ് കുതിരപ്പുറത്തിരിക്കുന്നത്. പിന്നെ സ്കോളേഴ്സിറ്റി, വേറെ കുറച്ച് കടകള്, ഒരു പാനിപൂരിയുടെ ഷോപ്പ് ഉണ്ട് ഗൈസ്. നമ്മള് ഇവിടെ നമ്മളിപ്പോ പബ്ബ് വൈബാണ് ഗൈസ്. ഇപ്പൊ സമയം ഒരു 7:30 കാണും. അപ്പൊ നമ്മളൊന്ന് പുറത്തേക്ക് നടക്കാറിങ്ങിയതാണ്. അപ്പൊ മുഫിക്ക് സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞപ്പോ മുഫീദ കേറ്റി മുസ്തഫാന്ന് അച്ഛന്റെ പേര് സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മളിവിടെ ഇവിടെ അടുത്തുള്ള ഒരു ബായ് എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്. റെസ്റ്റോറന്റ് കം ചായക്കട കം കഫേ. അപ്പൊ ഇവിടെ ഒരു ഓപ്പൺ ടെറസ് ഉണ്ട്. പിന്നെ ഗൈസ് വേറെന്താ പറയാ, എല്ലാരും ഹാപ്പി അല്ലേ എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും? ഓളത്തിൽ ജയിച്ചു പോകുന്നു. നിങ്ങൾ സന്തോഷം. ഹേ പീപ്പിൾ, സോ നമ്മള് തിരിച്ച് ഇപ്പൊ സമയം ഏകദേശം ഒരു 9:30 കാണും. 10 മണിയായി എന്ന് പറയും. ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി നോൺ വെജ് കിട്ടുന്ന സ്ഥലം ഇതല്ലടാ അർജുന?
വേറെ എവിടെയാ ഉള്ളത് അർജുന? വേറെ എവിടെയാ ചിക്കൻ കിട്ടണത് യൂണിവേഴ്സിറ്റിയിൽ? നീ പറ. ഗൈസ് എൻ്റെ അല്ല, യൂണിവേഴ്സിറ്റിയിൽ ആകെ ചിക്കൻ കിട്ടുന്ന ഒരു സ്ഥലമാണ്. ചിക്കനും എഗ്ഗും സാൻഡ്വിച്ചും ഒക്കെ പരിപാടിയൊക്കെ കിട്ടും. നമ്മുടെ റോളൊക്കെ ഉണ്ട്, ചിക്കൻ റോള്, കാത്തി റോള് അവിടെ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് അണ്ടയുടെ എന്തോ സബ്ജിയോ. നൈസ് ഗൈസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ബോയ്സിൻ്റെ 2 ഹോസ്റ്റലുണ്ട്. 2 ഹോസ്റ്റലിൻ്റെ ഇടയ്ക്കാണ് 2 പുതിയ ഹോസ്റ്റൽ. ഞാൻ നിൽക്കുന്ന പഴയ ഹോസ്റ്റലാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് 2 ന്യൂ ഹോസ്റ്റലുണ്ട് ബോയ്സിൻ്റെ. അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിലുള്ള കഫേയാണ് കേട്ടോ. ഇത് സ്നാക്ക് ജംഗ്ഷൻ എന്നാണ് പേര്. ഓക്കെ ഗൈസ്, ഇന്നുണ്ട്. പൈസ ഞാൻ കൊടുക്കില്ല ഗൈസ്. അർജുനൊന്നും കഴിക്കണ്ടേ? അർജുൻ ജിമ്മൊക്കെ അടിച്ച് ഒള്ളി പ്രോട്ടീൻ, ഒള്ളി ഹെൽത്തി ഫുഡാണ് ഗൈസ്. എന്താ ഡിന്നർ എന്താ കഴിച്ചേ? എടാ കാര്യമായിട്ട് എന്താ ഡിന്നർ കഴിച്ചത്? ഇന്ന് ചിക്കൻ അടിച്ചോ? അത് എവിടുന്നാ? ആണോ? ഇപ്പം എന്നും ചിക്കനാണല്ലോ. എന്നിട്ട് എവിടെയാ കുക്ക് ചെയ്ത്? എങ്ങനെയാ കുക്ക് ചെയ്തത്? ആരുടെ ഗൈസ്? അവസാനം ഹിബാനെ പേയ്മെന്റ് നടത്തിക്കുകയാണ് ഗൈസ്. അർജുനെ പരിചയപ്പെടുത്തി തരാം. അർജുന വന്നേ, എൻ്റെ 1,00,000 സബ്സ്ക്രൈബേഴ്സിന് അർജുനെ പരിചയപ്പെടുത്തി തരാം. അർജുന് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഗൈസ്. ഇപ്പം പറഞ്ഞ 5ൻ്റെ പൈസക്കില്ലാത്ത ചളിക്കുടമയാണിത്. ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ അർജുൻ ജിമ്മനാണ്. എല്ലാ ദിവസവും ജിമ്മിലൊക്കെ പോകും. ഇവിടെ പെറ്റ് കിടന്ന് വർക്കൗട്ടാണ്. അർജുന് ബ്ലോഗിൽ വരാൻ താല്പര്യമാണെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ അർജുനെ പറ്റി 2 വാക്ക് പറയാം. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഡിപ്പാർട്ട്മെന്റിന് ഇവിടെ UG ഇല്ലാന്ന് പറഞ്ഞല്ലോ. പക്ഷെ UG ഉള്ള, അങ്ങനെ UGയും PG ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അർജുൻ BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ ആണ്. UG ഫസ്റ്റ് ഇയർ ആണെങ്കിലും ആൾക്ക് നല്ല പ്രായമുണ്ട്. നാട്ടിൽ കെട്ടി പിള്ളേരൊക്കെ ഉണ്ട് ആൾക്ക്. ക്യാമ്പസിൽ കുറെ പട്ടികളുണ്ട്. ഹലോ പീപ്പിൾ. അപ്പൊ പുതിയൊരാളെ പരിചയപ്പെടും. ഇവന്റെ വീടും ട്രിപുരയാണ്, ഇവന്റെ സെക്കൻഡ് നെയിമും ട്രിപുരയാണ്. I don't know what he said, but it seems like he is insulting me. No. What I you was said? just telling you, second name is Tripura and you are also from Tripura. Yeah, my surname is Tripura and I'm from Introduce Tripura. yourself to my audience. Hello, myself Bijoy Tripura and I'm from Tripura. And I'm currently studying in MSc Geoinformatics, 2nd semester. Okay, bye. See you soon. Be happy always. Okay, so this is Satyam, my other roommate. Satyam, tell hi. Satyam is busy studying, so let's not disturb him. അപ്പോൾ ആക്ച്വലി എൻ്റെ റൂംമേറ്റിനെ കാണിച്ചു തന്നായിരുന്നു. ഫാസിലായിരുന്നു എൻ്റെ റൂംമേറ്റ്. ഇതിപ്പോൾ ഇവൻ ചുമ്മാ ഇന്ന് ഫാസിൽ ഇപ്പോൾ ഇവിടെ ഇല്ല. രാത്രി അവൻ പോയേക്കുവാണ്, ഡൽഹിയിൽ പോയേക്കുവാണ്. മച്ചാനിങ്ങനെ ഇടയ്ക്ക് കമ്പനി അടിക്കാൻ റൂമിൽ വന്ന് ഇരിക്കാറുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാനിപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഞാനിത് ഭയങ്കര കാഷ്വലായിട്ട് ചുമ്മാ ചവറ് ക്ലിപ്സ് വാരിയിട്ടാണ് ഇന്ന് ഈ പരിപാടി ചെയ്തേക്കുന്നത്. പക്ഷേ ഇനി എനിക്ക് കുറച്ചുകൂടെയും എന്താണ് ഞാൻ ചെയ്യുന്ന എൻ്റെ വേറെ പരിപാടികൾ ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട് ഉള്ള വ്ളോഗ്സൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചെയ്യും എന്തായാലും. പിന്നെ ബേസിക്കലി എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, എൻ്റെ വീട് പെരുമ്പാവൂരാണ്, എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പെരുമ്പാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ കൂടുതലും മലബാർ സൈഡൊക്കെ, നോർത്ത് കേരള സൈഡിൽ നിന്നുള്ള ആൾക്കാരാണ്. സൗത്ത് കേരളം ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. പിന്നെ ഞാനിവിടെ പഠിക്കുന്ന കോഴ്സ് MA ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഫസ്റ്റ് ഇയർ ആണ്, സെക്കൻഡ് സെം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ഹോബീസ് ഫുട്ബോൾ കളിക്കുക, പിന്നെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഭയങ്കര ക്രേസുള്ള ആളാണ്. പിന്നെ ഇതൊക്കെ തന്നെ. സിനിമ കാണാൻ ഇഷ്ടമാണ്, ഇതൊക്കെ തന്നെ. പിന്നെ ബുക്കൊക്കെ വായിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്, പക്ഷെ വായിക്കാൻ സമയം കിട്ടാറില്ല. അതുപോലെ യോഗയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. യോഗ വർക്കൗട്ട് പരിപാടികളൊക്കെ അതൊക്കെ ചെയ്യണം, സമയം കണ്ടെത്തി ചെയ്യണം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ടോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഐ വിൽ ബി ഹാപ്പി ടു റെസ്പോണ്ട് ടു ഓൾ ഓഫ് യു. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ഗൈസ്. സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാ പരിപാടിയും ചെയ്യുക. ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ ഗൈസ്.